സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു കപ്പിളിനെ തേടി വന്നതാട്ടോ. നമ്മുടെ കൊല്ലത്താണ് ഇപ്പൊ ഉള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് സുബിൻ ലാലേട്ടനും ശാന്തിനി ചേച്ചിയാണ്. സുഖായിരിക്കുന്നോ? വെൽക്കം ടു മൂവി വേൾഡ്. നിങ്ങളുടെ കല്യാണം നമ്മളെല്ലാരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടാ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴും അടുത്ത ഫീഡായിട്ട് നിങ്ങളുടെ ഇങ്ങനെ കല്യാണം ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. കണ്ടപ്പോ എന്താ ഫീൽ ചെയ്ത്? ഒരുപാട് സന്തോഷം തോന്നിയില്ലേ? പ്രത്യേകിച്ച് ഒച്ചറ അമ്പലത്തിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്ഥിരം ആളാണ്. അതുകൊണ്ട് ഇരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നടന്നാൽ കൊള്ളാതിരിക്കും ആഗ്രഹമായിരുന്നു അല്ലേ? ആഗ്രഹം അല്ല, അപ്പം നമുക്കിങ്ങനെ ഒരു ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം അമ്മയുടെ അച്ഛൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ അല്ലെ അവർക്ക് എന്തെങ്കിലും വയ്യാതെ വന്നാൽ നാളെ നമ്മളെ അത് നോക്കും എന്നൊരു ചോദ്യം വരുമ്പോൾ അന്നേരം പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ അന്നേരം ഉച്ചറയിൽ ഞാൻ ടൈം കിട്ടുമ്പോൾ എല്ലാം ഉച്ചറയിൽ പോകും ഞാൻ. അന്നേരം അവിടെ മിക്ക ദിവസവും കല്യാണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്നേരം അവിടെ ഇങ്ങനെ എനിക്കൊരു അന്നേരം പെട്ടെന്ന് എന്തോ ഒരു ടൈമിൽ മനസ്സിലിങ്ങനെ തോന്നിയത് ഏതെങ്കിലും ഒരു സമയത്ത് ദൈവം ഇങ്ങനൊരു കല്യാണ സംഭവം തന്നാൽ അവിടെ വെച്ച് ഭഗവാനൊന്ന് നടത്തി തന്ന സന്തോഷം. പക്ഷെ അത് ആഗ്രഹങ്ങൾ ഇന്ന് വരെ എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ അതെല്ലാം ഭഗവാനൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ശാന്തിനി ചേച്ചിനെ കിട്ടിയത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കല്യാണമൊക്കെ? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്മെന്റ് മാരേജ് അല്ലേ. എൻ്റെ ഒരു കൂട്ടുകാരി ചങ്ക് ആയ ടീച്ചറിൻ്റെ ഒരു കഴിവുകൊണ്ടാണ് ടീച്ചറിൻ്റെ കൂട്ടുകാരി ജിജിബാ. അപ്പൊ കല്യാണത്തിന് കാരണമായിട്ടുള്ള രണ്ട് ആൾക്കാരാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞോളൂ, എങ്ങനെ ഈ കല്യാണം നടന്നേ? ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ കാണാനിടയായി. അപ്പം ഞാൻ സ്കൂളിലെ ജോലിയോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു പാർട്ട് ടൈമായിട്ട്. അപ്പം ഇദ്ദേഹത്തിന് കുറേ ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി എൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഫസ്റ്റിൽ ഞാൻ കോൾ ചെയ്യുന്നത്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ സാഹചര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവണമെന്ന് തോന്നി. പിന്നീട് അദ്ദേഹത്തിനൊരു കൂട്ടിനെ ഒപ്പിച്ച് കൊടുക്കേണ്ടത് എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ മാത്രമല്ല, ജയശ്രീ എന്ന് പേരുള്ള കോവൂരുള്ള വേറെ ചേച്ചി എന്നെക്കാൾ കൂടുതൽ ഈ ഒരു ബന്ധം ഇവിടം വരെ എത്തിക്കാനായിട്ട് ഇതിൻ്റെ ഒപ്പം ഒരുപാട് തവണ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാറി മാറി പോയായിരുന്നു. അവിടെയൊക്കെ ഇത് പോവാതെ പിടിച്ചു നിർത്തി ഇവിടം വരെ കൊണ്ടുവന്നു. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മയാണ് ഇത്. അപ്പം ബ്രൈഡൽ മേക്കപ്പൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹമാണ് എല്ലാം സെറ്റ് ചെയ്തൊക്കെ നമുക്ക് തന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ വേറെയും 1-2 പ്രപ്പോസലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ അവർ നോക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റി എത്രത്തോളം ഉണ്ട് ആ ഒരു സ്റ്റാൻഡിൽ നിന്നിട്ടാണ് അവർ അതിനെ മെൻഷൻ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാലൻ്റ് ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കുട്ടി എൻ്റെ മുമ്പിൽ ഒരു ഉത്സവത്തിന് ഞാൻ പരിചയപ്പെട്ടു. അപ്പം എനിക്ക് തോന്നി ഒന്ന് പ്രപ്പോസ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരിയുടെ മൈൻഡ് എന്താണെന്ന് ആദ്യം ചോദിച്ചു. പുള്ളിക്കാരി ഓക്കെയാണ്, വീട്ടുകാരുടെ സമ്മതം മാത്രം മതിയായിരുന്നു. അങ്ങനെ വീട്ടുകാരുമായിട്ട് അപ്രോച്ച് ചെയ്ത സമയത്ത് എല്ലാവരും വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു. കല്യാണത്തിൻ്റെ അടുത്ത സമയം വരെയും ഒക്കെ വളരെ കാര്യം ഇദ്ദേഹം ആരാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. പിന്നീട് കല്യാണം കഴിഞ്ഞ സമയത്ത് നേരെ വിപരീതമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാര്യം ഇപ്പം ഇങ്ങോട്ട് വന്ന് ഓരോരുത്തർ എൻ്റെ അടുത്ത് ചോദിക്കുക, എന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് ഓരോരുത്തർ ഇപ്പോൾ വന്ന് എന്നോട് ചോദിക്കുക. അത്രത്തോളം പ്രപ്പോസ് ചെയ്തില്ലല്ലോ എന്ന് ഇദ്ദേഹത്തിനെ. കല്യാണത്തിന് ശേഷം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചാൽ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ എന്ന്. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് പേരോട് ഞാൻ ഒരുപാട് സിറ്റുവേഷൻസിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. പക്ഷെ ഇപ്പം എനിക്ക് 100% ഉറപ്പുണ്ട്, അദ്ദേഹത്തിന് രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുള്ളാണ് രണ്ടുപേരും ലൈഫിൽ. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ഒരു ഫസ്റ്റ് മീറ്റപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് കാണുന്ന സംസാരിക്കുന്ന ആ ഒരു സമയം എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? എങ്ങനെയായിരുന്നു? ചേട്ടൻ അത്യാവശ്യം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, ചേച്ചിയാണെന്ന് തോന്നുന്നു അധികം സംസാരിക്കാത്തൊരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ? ആദ്യം സംസാരിക്കാതെ ഞാനാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജീനെന്ന് പറഞ്ഞ എൻ്റെ ചങ്കോട്ടാണ് ഫസ്റ്റ് പെണ്ണാണ് അമ്പലത്തിൽ. ഈ കൂട്ടുകാർ വന്ന് നമുക്കിത് അറിയത്തില്ലല്ലോ, നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം പറയുമ്പോൾ ഒരുപാട് അടുത്ത് നമ്മൾ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ ഇതുപോലൊരു അറേഞ്ച്ഡ് മാരേജോ ഇത്ര ഒരു വൈറലാവും. പക്ഷെ അത് അടിച്ചുകൊണ്ട് വന്ന് അല്ലെങ്കിൽ ഒരിക്കലും വീട്ടുകാരെ സമ്മതിക്കത്തില്ല. അന്നേരം പെണ്ണിൻ്റെ ഇഷ്ടപ്രകാരം ഇറങ്ങി വരുന്ന അങ്ങനെ ഒരു കേസാണ് ഒരുപാട് ഞാൻ കണ്ടുള്ളത്. എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അത് അങ്ങോട്ട് പറഞ്ഞാൽ പെണ്ണുകളൊന്നുമില്ല, അങ്ങനെ ഇറങ്ങി. പക്ഷേ
ഇതിപ്പോൾ ഒരു പെണ്ണ് കാണൽ സംഭവം വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്നൊരു സാധനം വിളിച്ചിട്ട് സുബിൻചേട്ടാ അതിൻ്റെ ദിവസം പെണ്ണ് കാണാൻ അവർക്ക് കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് വിശ്വസിച്ചില്ല. പിന്നെ പറഞ്ഞ സത്യമായിട്ടുമാണ്. അങ്ങനെ ചെന്നപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. കൂട്ടുകാരോട് പറഞ്ഞ് താനത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പിന്നെ പൊളിച്ചെടുക്കാതെ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞാൻ സംസാരിച്ചത് സത്യം പറഞ്ഞാൽ പെണ്ണിനോട് പേരും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ചായ കൊണ്ട് തന്നു, അത് മേടിച്ച് കൈ വെച്ചിട്ട് അവിടെ കൂട്ടുകാരോട് മാറ്റി ഇതിനെ അവിടെ ഇരുത്തി. പക്ഷെ ഞാൻ അവരുടെ വീട്ടുകാരോടാണ് സംസാരിച്ചത്. കാരണം പെണ്ണിനോട് കാരണം 8 മക്കളിൽ ഏറ്റവും ഇളയതാണിത്. 8 മക്കൾ. ഇതിൻ്റെ മുതിർക്കാരനെ കല്യാണം കഴിച്ച അവരുടെ മരുമക്കൾ വരെ ഉണ്ട്. അച്ഛന് മരിച്ചുപോയി, അമ്മയുണ്ട്. അന്നേരം അങ്ങനെ സംഭവത്തിൽ അവരുടെ ഒരാളിനെ നമ്മളെപ്പോലുള്ളവരുടെ കൂടെ തരണമെങ്കിൽ അവരുടെ മനസ്സാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അന്നേരം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് അറിയാം. ഇപ്പം എന്നെ ബൈക്കിൻ്റെ ഫ്രണ്ടിലിരുത്തിയാണ് എൻ്റെ കൂട്ടുകാരൻ കൊണ്ടുപോയത്. അന്നേരം വീടിൻ്റെ സൈഡിൽ ബൈക്ക് വെച്ചു, എന്നെ എടുത്ത് എന്നെ അവരുടെ റൂമിൽ അവരുടെ ഹാളിൽ ചെയറിലിരുത്തി അവിടെ തിരിച്ചെടുക്കും. അന്നേരം അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ അവസ്ഥ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതെല്ലാം കണ്ടിട്ട് അവരെന്നെ വിളിക്കുമ്പോൾ അന്നേരം അവർക്ക് ജസ്റ്റ് താല്പര്യം കാണുമല്ലോ. പിന്നെ ഞാൻ അവരുടെ കാര്യങ്ങൾ മൊത്തവും പറഞ്ഞു, ഇന്ന രീതിയിലാണ്. അതുകൊണ്ട് എനിക്ക് നമ്മളൊന്നും ആഗ്രഹമല്ല, നമ്മുടെ ലൈഫിലൊരു ആൾ വേണം നമ്മളെ നോക്കാൻ. നാളെ നമ്മുടെ അമ്മയ്ക്ക് ഒരു വയ്യാതെ നല്ലൊരു എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താവും എന്നൊരു ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും കാണും. പക്ഷെ നമ്മളെ നോക്കാൻ സമയത്ത് ആരും കാണത്തില്ല അല്ലേ. അപ്പം ഇപ്പം എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സും ബന്ധുക്കളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ആവശ്യം വരുമ്പോഴും ഉണ്ട്. ചേട്ടൻ വർക്ക് ചെയ്യണോ? ഞാൻ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ഡേറ്റ എൻട്രി വർക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ അവരുടെ ഫാമിലിയോടാണ് കൂടുതൽ സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പോവാ എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി. അന്നേരം സംസാരം വെക്കാൻ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ പറയുന്നത്, എനിക്കറിയത്തില്ല എന്താ. സംസാരം ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ചത്? അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യമേ വീട്ടുകാരെന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സുബിൻചേട്ടനെ കണ്ടു, അതിനുശേഷം വീട്ടുകാര് ഇടയിൽ ഒരു സംസാരം കാര്യങ്ങൾ ഉണ്ടായി കാണുമല്ലോ. അപ്പം അവരുടെ ഇടയിൽ നിന്ന് എന്തായിരുന്നു ആദ്യമേ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്കിത് പ്രൊസീഡ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു? അതെ അതെ. എങ്ങനെയായിരുന്നു അവരുടെ ഒരു റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ? അവർക്കൊക്കെ ആദ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചിരിക്കെ നിന്നേ പിന്നെയും പൊക്കി പിന്നെയും വന്നാ തയ്യാലോനെ 2-3 വട്ടം ഇത് പോയതാ. അവരുടെ ഇടയിൽ തന്നെ പല അഭിപ്രായങ്ങൾ, മക്കളും മരുമക്കളും ഉണ്ടല്ലോ. കാരണം എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഈ നാട്ടിൽ എന്നെ അറിയുന്നവർക്ക് നല്ലോണം അറിയാം. ഇപ്പം ഞാൻ എങ്ങനെയാണ് ഏതാണെന്ന് ഇപ്പം അറിയാം. പക്ഷെ എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇപ്പം നമ്മുടെ രീതി നടക്കാൻ പറ്റുന്ന ഒരാള് ഇപ്പം ഒരു കല്യാണം കഴിച്ചാൽ നാളെ അതിന്റെ ഭാവി എന്താവും, അതെ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് കുറെ ബുദ്ധിമുട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അല്ല ഓട്ടോമാറ്റിക് സംഭവം വരുമല്ലോ. അങ്ങനെ 2-3 തവണ ഇത് പല അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഇത് ബാക്കിലോട്ട് പോയായിരുന്നു. പക്ഷെ അന്നേരവും കട്ടയ്ക്ക് ഇത് മതിയെന്നും പറഞ്ഞ് നിന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഫോൺ വിളികളും സംസാരങ്ങളും ആയിട്ടുണ്ടാവും. ഒന്നും ഉണ്ടായില്ല. അടിപൊളി. മെസ്സേജ് ഫോൺ വിളി ഒന്നുമില്ല. ഏകദേശം 1.5 മാസം. ഞാൻ കാര്യങ്ങൾ അറിയുന്നത് കൂട്ടുകാർ വഴിയാണ്. അവർ കൂട്ടുകാരെ വിളിക്കും, ഞാൻ കൂട്ടുകാരെ എന്നെ വിളിക്കും. എനിക്ക് നമ്മൾ ലാസ്റ്റ് ടൈമാണ് പിന്നെ അവർ ഡയറക്റ്റ് എൻ്റെ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചത്. അല്ലാതെ ഫോണും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിന് ഫോണില്ല. കാരണം പറയുമ്പോഴേ ആദ്യം ഒന്നും അവരൊക്കെ പറഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. താല്പര്യമില്ലെന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഇഷ്ടമല്ല, ഇവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ താല്പര്യമില്ല. അപ്പോൾ നമ്മളെങ്ങനെ അത് ഫേസ് ചെയ്യും?